സുചേട്ടാ നമസ്കാരം. നമസ്കാരം. ദീപാവലി ദിവസത്തിൽ നമ്മുടെ രാജ്യത്ത് ആസൂത്രണം ചെയ്തിരുന്ന 120 സ്ഫോടന പരമ്പരകളാണ് നമ്മുടെ സൈന്യം നിർവീര്യമാക്കിയത്. അത് വലിയ വാർത്തയൊന്നും ആയില്ല, പക്ഷെ അത് വലിയ വാർത്ത ആകേണ്ട ഒരു സാധനമായിരുന്നു. കാരണം ഈ 120 സ്ഫോടനം സൈന്യം നിർവീര്യമാക്കിയപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇന്റലിജൻസ് വിഭാഗം നിർവീര്യമാക്കിയപ്പോഴാണ് അവർ വിജയിച്ചത്. പക്ഷെ ഈ 120 എണ്ണത്തിൽ 119 എണ്ണവും നിർവീര്യമാക്കി ഒരെണ്ണത്തിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് അത് വലിയ വിജയമായിട്ട് ആഘോഷിക്കാൻ സാധിക്കുകയായിരുന്നു. അതാണ് ഇതിന്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സൈന്യം അത് നിർവീര്യമാക്കിയപ്പോൾ ഇവിടെയുള്ള ആരും ശ്രദ്ധിച്ചില്ല, വലിയ വാർത്താ പ്രാധാന്യമൊന്നും അതിന് കൊടുത്തില്ല. പക്ഷെ ഇന്ന് വലിയ വാർത്താ പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ട് ഒരു വാർത്തയ്ക്ക്. അതായത് ഈ ജമ്മു ആൻഡ് കാശ്മീരിലുള്ള അനധികൃത റോഹിംഗ്യൻസ്, ഈ അനധികൃത റോഹിംഗ്യൻസും അവിടെ താമസിക്കുന്ന ബംഗ്ലാദേശികളൊക്കെ ഇപ്പൊ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞ് അവിടെ വലിയ രീതിയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു നടപടി തുടങ്ങിയിട്ടുണ്ട്. ആ നടപടി എന്ന് പറഞ്ഞാൽ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. നടപടി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ലോകത്തൊരിടത്തും നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാൻ ആരും അവലംബിക്കാത്തൊരു നടപടിയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ജമ്മു ആൻഡ് കാശ്മീർ അഡ്മിനിസ്ട്രേഷൻ കട്ട്സ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി സപ്ലൈ ടു ഇല്ലീഗൽ റോഹിംഗ്യൻസ് ആൻഡ് ബംഗ്ലാദേശീസ് ഇൻ ജമ്മു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പോരാത്തതിന് ആക്ഷൻ ടേക്കൻ ഇൻ ബഹു ഏരിയ ആഫ്റ്റർ തഹസിൽദാർസ് ഓർഡർ, PHE ആൻഡ് PDD ഡിപ്പാർട്ട്മെന്റ്സ് ഇൻസ്ട്രക്ടഡ് ടു ഡിസ്കണക്ട് ആൾ കണക്ഷൻസ് ഇമ്മീഡിയറ്റ്ലി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇവരെ ഏത് വിധേനയും നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്താക്കുക. നേരത്തെ തന്നെ നമ്മളിത് ചർച്ച ചെയ്തതാണ്. അതായത് ഇവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ തന്നെ ഇവർക്കുള്ള സൗജന്യ വാട്ടർ കണക്ഷൻ, സൗജന്യ വൈദ്യുതി, സൗജന്യ ചികിത്സ ഇതെല്ലാം നമ്മുടെ രാജ്യം നിർത്തലാക്കും. അതോടുകൂടി ഇവർ വന്ന വഴി തന്നെ തിരിച്ചു പോകുമെന്ന് ബിജുചേട്ടൻ പറഞ്ഞതാണ്. ഈ നടപടിയെ, ഈ നീക്കത്തെ എങ്ങനെ കാണുന്നു? രാജ്യവ്യാപകമായി ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു മനസമാധാനവും നമ്മുടെ രാജ്യത്തിനൊരു സുരക്ഷയും ലഭിക്കില്ല. ഇത് മുമ്പ് ഒരുപാട് പേര് ഷാദിൻ ചോദിച്ചു, ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇവരെ എങ്ങനെ പുറത്താക്കാൻ കഴിയുമെന്ന്. കാരണം ഇവരെ പുറത്താക്കുക എന്ന് പറഞ്ഞ റിസ്ക് ആണ്, പറ്റില്ല. 2 കോടിയൊക്കെ അടുത്ത് വരുന്ന ഒരു ജനവിഭാഗത്തെ ഈ രാജ്യത്തു നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അസംഭവ്യമായ കാര്യമാണ്. ഇപ്പൊ നമ്മുടെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനികളെ പുറത്താക്കാൻ കിടന്ന് ഇവിടെ പാടുപെടുകയാണ്. കാരണം വലിയൊരു ജനസംഖ്യയൊക്കെ ഒറ്റയടിക്ക് പുറത്താക്കാൻ പറ്റില്ല. ഇന്നലെ ദീപാവലി ദിവസത്തിൽ നമ്മുടെ ഹിമന്ത ബിശ്വ ശർമ്മ ആസാമിൽ ഏതാണ്ട് 19 പേരെ നാട് കടത്തി, രാജ്യം കടത്തി, ബംഗ്ലാദേശിൽ വിട്ടു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ സംഖ്യകൾ മാത്രമാണ് നമുക്ക് പുറത്തേക്ക് വിടാൻ കഴിയുന്നത്. പക്ഷെ ഇത് എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ആദ്യ നടപടി എന്ന നിലയിലായിരുന്നു നമ്മൾ SIR നടപ്പാക്കിയത്, ബീഹാറിലടക്കം. അങ്ങനെ ഇവര് വോട്ടേഴ്സ് ലിസ്റ്റ് ചെയ്ത് പുറത്തുപോയി. ഇവർ വോട്ടേഴ്സ് ലിസ്റ്റ് ചെയ്ത് പുറത്തു പോയതോടുകൂടി അവർക്ക് പൗരത്വരേഖ തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ അവർ വോട്ടേഴ്സ് ലിസ്റ്റ് ചെയ്ത് പുറത്തു പോയത്. ഒന്നുകിൽ അവർ മരിച്ചു പോയവരായിരിക്കാം, അല്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ടും അവർക്ക് അവരുടെ രേഖകൾ കാണിക്കാൻ കഴിയാത്തവരാണ്. അവർ ഇല്ലീഗൽസ് എന്നാണ് നമ്മൾ പറയുന്നത്. ബംഗ്ലാദേശിൽ നിന്നും റോഹിംഗ്യകളും ഒക്കെ കടന്നു വന്നവര്. അപ്പോ അടുത്ത നടപടി എന്ന നിലയിൽ അവർക്ക് നമ്മുടെ രാജ്യത്തിന്റെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്ന വൈദ്യുതി ഉപയോഗിക്കാനുള്ള അവകാശം സ്വാഭാവികമായി തന്നെ ഇല്ല. 2, വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് വിദേശികൾക്ക് നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ ഉപയോഗിക്കാൻ കഴിയും, അവർ നേരായ മാർഗത്തിൽ വരുമ്പോൾ. കാരണം അവർക്ക് വിസ ഇഷ്യൂ ചെയ്യാറുണ്ട്, ടൂറിസ്റ്റ് വിസയും മറ്റുമൊക്കെ. പക്ഷെ ബംഗ്ലാദേശിൽ നമ്മൾ ടൂറിസ്റ്റ് വിസ നൽകാറില്ല. പകരം നമ്മൾ അവർക്ക് നൽകുന്നത് ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള വിസയാണ് നൽകുന്നത്. അവർ ഏറ്റവും കൂടുതൽ ചികിത്സയ്ക്കായി വരുന്നത് വെസ്റ്റ് ബംഗാളിലും അസാമിലും, പിന്നെ പൈസ കൂടുതലുള്ളവർ ഡൽഹിയിലും മറ്റുമൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ദക്ഷിണേന്ത്യയിലും കുറെ പേര് ചികിത്സയ്ക്കായി വരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മളുടെ മന്ത്രാലയം വിസ നൽകാറുണ്ട്. മുമ്പ് നമ്മൾ മതപരിവർത്തനം ചെയ്യുന്ന അല്ലെങ്കിൽ മതപണ്ഡിതന്മാർക്ക്, ഈ ബംഗ്ലാദേശിലും മറ്റുമുള്ള ഇസ്ലാമിക മതപണ്ഡിതന്മാർക്ക് വിസ നൽകുമായിരുന്നു. പിന്നീട് ഈ മതപണ്ഡിതന്മാരൊക്കെ ആസാമിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ എത്തി അവിടെ തന്നെ പള്ളിയും മദ്രസയൊക്കെ സ്ഥാപിച്ച് മുമ്പോട്ട് പോയപ്പോൾ തദ്ദേശീയരായ മുസ്ലിങ്ങൾ തന്നെ, ആസാമിലുള്ള മുസ്ലിങ്ങൾ തന്നെ പറഞ്ഞു, ഇവന്മാരടിച്ച് പുറത്ത് കളയണം, ഇത് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന്. അങ്ങനെ ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു, ഇനി ഇങ്ങോട്ടേ കാര്യം പറയണം, ഇവിടെ ഉള്ളവരൊക്കെ തന്നെ ഈ പ്രഭാഷണം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഈ ഇതൊക്കെ ഇവരുടെ അവിടുത്തെ തദ്ദേശീയരായ മുസ്ലിങ്ങളുടെ കഞ്ഞിലാണ് ഇവർ വന്നിട്ട് പാർട്ടി കെട്ടുപോകുന്നത്. ഇവർ പ്രത്യേക സെറ്റപ്പ് ഒക്കെ കൊടുക്കുക. പിന്നീട് ഭീകരവാദത്തിന്റെ പേരുകൾ അന്വേഷിച്ച് പോകുമ്പോൾ ഇവരുടെ പല മദ്രസകളുമാണ്. കാരണം ഇത് ചീത്തപ്പേര് കേൾക്കുന്ന മുഴുവൻ പേരാണല്ലോ. വന്നു കയറിയവനാണ് ഈ പണി ഒപ്പിക്കുന്നെങ്കിലും അവിടെ പണ്ട് കാലം മുതൽ ജനിച്ചു വളർന്നവനാണ് ചീത്തപ്പേര്. അവർ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ആ വിസയും കൊടുക്കുന്നില്ല. ഇതിന്റെ പേരിൽ ബംഗ്ലാദേശി മാത്രമല്ല വരുന്നത്, ബംഗ്ലാദേശിൽ നിന്ന് ഈ ക്രിസ്ത്യൻ മിഷണറിമാരും വരുന്നുണ്ടായിരുന്നു ഇതേപോലെ. ഇപ്പൊ ആർക്കും ഇപ്പൊ നമ്മളത് കൊടുക്കുന്നില്ല. മുമ്പല്ല ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് വിസ നൽകുന്നുണ്ട് ഇവിടെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ അതിന്റെ എണ്ണം വളരെ കുറച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ കൊടുക്കുന്നത്.
പിന്നെ ഈ ട്രേഡിംഗ് നടത്തുന്ന ബിസിനസ്സുകാർക്കും മറ്റുമൊക്കെ നമ്മൾ അതിനുള്ള ഒരു വിസ സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വിസകളാണ് നമുക്കുള്ളത്. അല്ലാതെ അവിടുന്ന് വലിയ രീതിയിലുള്ള ഈ ടൂറിസ്റ്റുകളെ മറ്റും ഉള്ള വിസകളും കാര്യങ്ങളും ഒന്നും നമ്മൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം നൂണ്ടു കയറിയവരാണ്, എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ കുടുക്ക് വഴി കൂടെ നൂണ്ടു കയറിയ വന്ന ആളുകളാണ് ഇത്രയും പേര് എന്ന് പറയുന്നത്. 2 കോടിക്ക് വരുന്ന അടുത്തുള്ള ജനസംഖ്യ എന്ന് പറയുന്നത്. ഇത് നരേന്ദ്രമോദി യെസ്. കയറിയപ്പോഴല്ല ഈ ജനസംഖ്യ കൂടിയതും ഈ ആളുകൾ നൂണ്ടു കയറിയതും. ഇത് 1971 കാലഘട്ടം മുതൽ, അതായത് ബംഗ്ലാദേശ് രൂപീകൃതമായ കാലഘട്ടം തൊട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയതാണ്. അതായത് 10-60 കൊല്ലം ഇവിടെ കിടന്ന് ഉറങ്ങിയവന്മാർക്ക് ഇതൊന്നും കാണാൻ പറ്റിയില്ല. അല്ലാതെ ഒരു സുപ്രഭാതി 2 കോടി പേര് എന്നുള്ളത് കയറിയതല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇതിന് സമാനമായ നീക്കങ്ങൾ നമ്മൾ ഗസയിൽ കണ്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ISIയുടെ കേന്ദ്രങ്ങളിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭീകരവാദികളെ തുരത്താനായിട്ട് അങ്ങോട്ടേക്കുള്ള എല്ലാ സപ്ലൈകളും കട്ട് ചെയ്യും. വൈദ്യുതിയും വെള്ളവും ഒക്കെ ഗ്യാസും ഒക്കെ കട്ട് ചെയ്യും. അതായത് ഇവരെ പുകച്ച് പുറത്ത് ചാടിക്കുക. അതിന് സമാനമായ നീക്കമാണ്. അപ്പോൾ സ്വാഭാവികമായി ചോദിക്കും, ഇത് വിജയിക്കുമോ എന്ന് ചോദിച്ചാൽ 100% വിജയിക്കാൻ സാധ്യതയുള്ളതാണിത്. കാരണം ഇത് കാശ്മീരിലൊരു തുടക്കമാണ് ചെയ്തിരിക്കുന്നത്. കാശ്മീരിൽ ഒതുങ്ങില്ല. ഇത് വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വരും. ഇതിനു മുമ്പ് തന്നെ, ഇതിന് മുന്നോടിയായിട്ടാണ് 2023 ശ്രീ അമിത്ഷാ, ഇന്നൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ അമിത്ഷായുടെ ബർത്ത്ഡേ ആണ്, ജന്മദിനമാണ് ഒക്ടോബർ 22. 1964 ഒക്ടോബർ 22 ജനിച്ച വ്യക്തിയാണ് അദ്ദേഹം. നമ്മുടെ സമഗ്രമായ ഒരു വാർത്ത ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ അദ്ദേഹത്തെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബാല്യകാലം തൊട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ ഈ 2023 അമിത്ഷാ കൊണ്ടുവന്ന ഒരു അമെന്റ്മെന്റ് ആക്ട് ഉണ്ട്. ആ ആക്ടിൽ പറയുന്നുണ്ട്, ഈ ഇല്ലീഗലായിട്ട് വരുന്നവരെ പാർപ്പിക്കുന്നവൻ അകത്ത് പോകും, അവൻ 5 ലക്ഷം രൂപ പിഴയിടണം. അതുപോലെ ഇവരെ യാത്ര ചെയ്യുന്ന വാഹനം പിടിച്ചെടുക്കും, വാഹനം തിരിച്ചു തരില്ല, അതിന് പിഴയിടണം, അകത്ത് പോകണം. അതായത് കൊണ്ടുവരുന്നവർക്ക് അതാണ് ശിക്ഷ. ഇന്ത്യയിലെ പുതിയ നിയമം അങ്ങനെയാണ്. അപ്പോൾ ഈ കൊണ്ടുവന്നവർക്കാണല്ലോ ഇതിന്റെ ബാധ്യത. ഇപ്പൊ ഒരു വീട് ബംഗ്ലാദേശിക്ക് ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ, ആ റോഹിംഗ്യകൾക്ക് ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും ആ വീട് കൊടുക്കണം. സ്വാഭാവികമായി വെള്ളവും വൈദ്യുതിയും അവിടെ കട്ട് ചെയ്തിടും. പഞ്ചായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരാണ് താമസിക്കുന്നത്? അത് വാടകയ്ക്ക് താമസിക്കുന്നത്. വാടകയ്ക്ക് താമസിക്കുക എന്ന് വെച്ചാൽ, എനിക്കിപ്പോ ഒരു വീടുണ്ടെന്ന് കരുതി എന്റെ വീട് രാജ്യമല്ല. ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് എനിക്കൊരു വീടുണ്ട്. അവിടെ ആരെ പാർപ്പിക്കണമെന്നൊക്കെ ഉള്ളത് എന്റെ ഇഷ്ടമാണെങ്കിലും രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായി എനിക്ക് അവിടെ ആരെയും പാർപ്പിക്കാൻ പറ്റില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതിയിട്ട് എനിക്ക് ISIS സ്പീക്കറിനെ കൊണ്ട് അവിടെ താമസിപ്പിക്കാൻ പറ്റില്ല, പാക് ഭീകരനെ കൊണ്ട് അവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. ഈ രാജ്യത്തിന്റെ ചട്ടക്കൂട് അനുസരിച്ചിട്ടാണ് നമ്മൾ ആളുകളെ കൊണ്ട് താമസിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം, കേരളത്തില് മാൽദ്വീപ്സിൽ നിന്ന് ധാരാളം പേര് അവിടെ ചികിത്സയ്ക്കും മറ്റുമായി തിരുവനന്തപുരത്ത് നിന്ന് വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. അതിന്റെ ഹൗസ് ഓണർമാര് എന്തൊക്കെ തരത്തിലുള്ള പേപ്പറുകളാണ് പോലീസിനും മറ്റും സബ്മിറ്റ് ചെയ്യുന്നത്. എന്നിട്ടോ ഈ പോലീസ് നാഴിക 40 അതുവഴിയൊക്കെ കറങ്ങുകയും സെർച്ച് ചെയ്യാനൊക്കെ അവർ വരാറുണ്ട്. അപ്പം ഇങ്ങനെ എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ കേരളത്തിൽ ഉണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ എന്നാൽ പെരുമ്പാവൂർ പോലെയുള്ള മറ്റു ചില മേഖലകൾ, പെരുമ്പാവൂരിലെ എല്ലാ ജില്ലയിലും ഇത്തരം ചില പോക്കറ്റുകളുണ്ട്, അവിടങ്ങളിലൊക്കെ ഉണ്ട്. ഇതിനകത്തൊന്നും ആർക്കും അറിയില്ല. വലിയ ഹാളൊക്കെ അടിച്ചങ്ങ് ഇട്ട് കൊടുത്തിരിക്കുക, ഷീറ്റ് വെച്ചിട്ട് വലിയ രീതിയിൽ അടിച്ചിട്ട് കൊടുത്തിട്ട് ഇവിടെ വലിയ രീതിയിൽ തന്നെ. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും വന്നില്ലെങ്കിലും ചില ലോക്കൽ മാധ്യമങ്ങൾ വന്നൊരു വാർത്തയുണ്ട്, വളരെ ലജ്ജാകരമായ ഒരു വാർത്ത. പെരുമ്പാവൂരിൽ അവിടുത്തെ അവിടുത്തെ നാട്ടുകാർ സംഘടിച്ച് പെരുമ്പാവൂരിൽ പ്രവർത്തിച്ചിരുന്ന ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന എത്തിയവരുടെ ഒരു വേശ്യാലയം പൂട്ടിച്ചു എന്ന് പറഞ്ഞ വിഷ്വലടക്കം ചില ലോക്കൽ ചാനലുകൾ ആ വാർത്ത ചെയ്യുന്നൊരു കാഴ്ച കണ്ടു. അപ്പൊ ഇത്തരത്തിലേക്ക് അത് വളർന്നിരിക്കുന്നു, അവരുടെ സാമ്രാജ്യങ്ങൾ വളർന്നിരിക്കുന്നു. അപ്പൊ ഇവരെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ, നേരത്തെ ധനുഷ് പറഞ്ഞത് ശരിയാണ്, ഇവരെ നമ്മൾ ഓടിക്കുമ്പോഴത്തേനും ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇവരെ പിടിച്ചോട്ട് പോവുക, അതൊക്കെ ഒരുപാട് തലവേദനയാണ്. കാരണം ഇവരെ കൊണ്ടുപോകുന്നു, പിന്നെ ഇവരുടെ പ്രൂഫ് തെളിയിക്കുന്നു, പിന്നെ നമ്മൾ തടങ്കൽ പാളയത്തിൽ വെക്കുന്നു, ബിരിയാണി കൊടുക്കുന്നു, ചപ്പാത്തി കൊടുക്കുന്നു, അങ്ങനെ വലിയ റിസ്ക് ഉള്ള കാര്യമാണ്. ഇത് വളരെ സിമ്പിൾ ആണ് സാധനം. ഇത് കറണ്ടും വെള്ളവും കട്ട് ചെയ്യുന്നു, നാളെ ഇതും ഇല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് വരുന്നു. ഇങ്ങനെ വരികയും ഇവരെ സംരക്ഷിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ഇപ്പോൾ തന്നെ നിയമപരമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പോഴില്ലല്ലോ, ഇപ്പൊ വളരെ കുറഞ്ഞു തുടങ്ങിയില്ലേ? എവിടെ പോയി ഈ ആളുകളൊക്കെ? വലിയ രീതിയിൽ തന്നെ നമ്മുടെ ഈ സംസ്ഥാനത്തുള്ളവർക്ക് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഇതര സംസ്ഥാനത്ത് നിന്നൊക്കെ വലിയ രീതിയിൽ ലോറിക്കും ബസ്സിനും ട്രെയിനിനും ഒക്കെ വന്ന് കയറിയവർ ഇപ്പൊ എവിടെ? ഇപ്പൊ പഴയതുള്ള കാര്യം വരുന്നില്ലല്ലോ. എന്തേ വരാത്തത്? അതിർത്തിയിൽ വളരെ സുരക്ഷ ശക്തമാക്കി, അന്വേഷണം ശക്തമാക്കി കഴിഞ്ഞപ്പോ ഇപ്പോ വലിയ ഭായിമാരുടെ ഒന്നും വരവില്ല, കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലേ? അതായത് ഈ രാജ്യത്തിന്റെ നിയമം മാറുമ്പോൾ തന്നെ അവരുടെ വരവ് ഇപ്പൊ തന്നെ കുറഞ്ഞിരിക്കുന്നു. ഇതപ്പം ഒരു 10-40 വർഷം മുമ്പ് ഈ നിയമം നിലവിൽ വന്നിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ജനസംഖ്യ ഇവിടെ ഇടിച്ചു കയറില്ലായിരുന്നു. ഇപ്പൊ ഏതായാലും വലിയൊരു നീക്കം. ഇതിനെതിരെ എന്തായാലും പ്രതിഷേധിക്കാനായിട്ട് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ വരാൻ യാതൊരു സാധ്യതയില്ല. കാരണം അവർക്ക് പ്രതിഷേധിക്കാൻ അവർ മുമ്പ് വന്നുകൊണ്ടിരുന്നത് ഇതുങ്ങൾക്ക് വോട്ടുണ്ടായിരുന്നു. ബീഹാറിലും മറ്റുമൊക്കെ ഇവർക്ക് വോട്ടുണ്ടായിരുന്നുകൊണ്ടാണ് ഇവർക്ക് വേണ്ടിയിട്ട് അവര് വാദിക്കാൻ വന്നിരുന്നത്. ഇപ്പൊ എന്തും പറഞ്ഞ് വാദിക്കാൻ വരും? ഇപ്പൊ വാദിക്കാൻ വരാനായിട്ട് വലിയ സ്കോപ്പില്ല. കാരണം ഇവരിവിടെ നിലനിന്നാൽ പോലും
ഇവർക്ക് വോട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വലിയ നേട്ടമില്ല, രാഷ്ട്രീയക്കാർക്ക് നേട്ടമില്ല. അത് തന്നെയല്ല, നാളെ ഈ ഇതിനകത്ത് ഉള്ള ഒരുത്തിനൊരു കൊലപാതക കേസിലോ ഇല്ലെങ്കിൽ ഒരു ബോംബ് സ്ഫോടനത്തിലോ പെട്ടുകഴിഞ്ഞാൽ ഈ നേതാവും പാർട്ടി ഉൾപ്പെടെ അകത്ത് പോകും. അതുകൊണ്ട് അവരിനി ആ ബാധ്യത ചുമക്കത്തില്ല. വോട്ടില്ലാതായി കഴിഞ്ഞാൽ, ഒരു രാജ്യത്തിന്റെ പൗരനല്ലാതായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിൽ തന്നെ ജീവിക്കണം. ഇതിന്റെ ഇത് ചിലപ്പോൾ പറയുമ്പോൾ പലർക്കും വിഷമം തോന്നിയിട്ട് കാര്യമില്ല. ഗൾഫ് രാജ്യങ്ങളിൽ ഇതേപോലെ ഇലീഗലായിട്ട് പോയിട്ടുള്ള ഒരുപാട് ഇന്ത്യക്കാരുണ്ട്, മലയാളികളുണ്ട്. പാസ്പോർട്ട് നഷ്ടപ്പെട്ടവരുണ്ട് അവിടെ പോയിട്ട്. വേറെ ഒന്നുമില്ല, അവരെ പിടിച്ചിടുമ്പോൾ നമുക്ക് ആർക്കും ഈ വിഷമം തോന്നില്ലല്ലോ. നമ്മൾ അപ്പോഴെന്താണ് പറയുന്നത്? അനധികൃതമായി പോയതല്ലേ, ഗൾഫിലെ നിയമം അങ്ങനെയൊക്കെയാണ്, അപ്പൊ പിടിച്ചു കഴിഞ്ഞാൽ പുറത്ത് ചെയ്യണം, അവരത്തില്ലെങ്കിൽ അവർ തലവിട്ട്. അത് ഞമ്മന്റെ രാജ്യം. അതിന് സമാനമായി തന്നെയാണ് ഈ രാജ്യം. അപ്പൊ ഇവിടെ കിടന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം ഇനിയിപ്പോ ഇവർ ചെയ്യാൻ പോകുന്ന കാര്യം, അടുത്ത വണ്ടി വിളിക്കും, നേരെ ബംഗ്ലാദേശിലോട്ട് വെച്ച് പിടിക്കുക എന്നുള്ളത് ഇവരുടെ മുമ്പിൽ അവശേഷിക്കുന്നുള്ളൂ. കാരണം യാതൊരുവിധ ആനുകൂല്യങ്ങളില്ല, ഒരു സുരക്ഷയില്ല, ഒന്നും തന്നെ ഇല്ല. ഇവനെ പാർപ്പിക്കുന്നവനും കുടുങ്ങുമെന്നൊരു സ്ഥിതിയാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്തുള്ളത്. ഇപ്പൊ വെള്ളവും വൈദ്യുതിയും കൂടെ പോകുന്നു. ഈ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് തന്നെയല്ല, ഇവിടെ മുമ്പ് റേഷൻ അരിയൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇവർക്ക് മറിച്ച് കൊടുത്തോണ്ടിരുന്നത്. ഇല്ലെങ്കിൽ റേഷൻ വാങ്ങുന്ന ബംഗ്ലാദേശികളും റോഹിംഗ്യകളും ഉണ്ടായിരുന്നു. ഇനി അതെല്ലാം നിന്ന് കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഇനി അവരെങ്ങനെയായിരിക്കും മുമ്പോട്ട് പോകുന്നത്? ഇനിയിപ്പോ ഇവരെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, തൊഴിൽ നിയമത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇവരെ ലീഗലായിട്ട് തന്നെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ശമ്പളത്തിന്റെ ഇരട്ടി കൊടുക്കേണ്ടി വരും. കാരണം നമ്മുടെ കേരളത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ അരിയുടെ വില നമുക്ക് അറിയാമല്ലോ. ആ അരി തന്നെ വാങ്ങി കൊടുക്കണ്ടേ, ആ പച്ചക്കറി തന്നെ വാങ്ങി കൊടുക്കണ്ടേ? ഇതിനൊക്കെ വരെ ചെലവ് കൂടുതലല്ലേ? അതായത് ഇവർക്ക് പഴയണക്ക് ഈ ആനുകൂല്യങ്ങൾ നേടിക്കൊടുത്ത് ഇവിടെ താമസിപ്പിക്കാൻ കഴിയില്ലല്ലോ. ഇങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഏതായാലും വലിയൊരു മൂവ്മെന്റ് ആണ് നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഒട്ടാകെ. അതിന്റെ കാശ്മീരിൽ അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു. അതായത് ഇവർ താമസിക്കുന്ന അനവധി കോളനികളുണ്ട്. നമുക്കറിയാം, മഹാരാഷ്ട്രയില് ഇവരുടെ കോളനികളിൽ ഒരു വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. നമ്മുടെ സൈഫ് അലി ഖാൻ കുത്തേറ്റപ്പോൾ അവിടുത്തെ സംഘടന എല്ലാം കൂടി ഈ ബംഗ്ലാദേശികൾ തിങ്ങിപ്പാർക്കുന്ന കോളനിയിലേക്കാണ്. അവിടെ സംഘർഷവും മാഫിയപ്പണിയുമാണ് ഈ ബംഗ്ലാദേശികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്കൊക്കെ ഈ കറണ്ടും വെള്ളവും കട്ട് ചെയ്യുമ്പോൾ ഇവർക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ സമരം ചെയ്ത് കഴിഞ്ഞാൽ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഒന്നും വരില്ല. കാരണം മനുഷ്യാവകാശം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. വോട്ടില്ലല്ലോ. വോട്ടുണ്ടെങ്കിലല്ലേ മനുഷ്യാവകാശം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. വേണമെങ്കിൽ ഗസയിലെ മനുഷ്യാവകാശം പറയാം, അത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇതിന്റെ മനുഷ്യാവകാശം പറഞ്ഞാൽ വോട്ട് വേറെ കിട്ടില്ല. കാരണം ഇവരെ സംരക്ഷിക്കാനും സഹായിക്കാനും നടക്കണ്ടേ. അത് പിന്നെ സഹായിക്കുകയൊന്നും വേണ്ട. ഇവിടെ ഇരുന്നൊരു പത്രസമ്മേളനം നടത്തുക, ഒരു പ്രകടനം നടത്തുകയോ ചെയ്താൽ മതി, ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇത് അങ്ങനെയുമല്ല. അതൊന്നും തലയിലെടുത്ത് വെക്കില്ല. നല്ലൊരു മൂവ്മെന്റ് എന്ന് തന്നെ പറയാം. ഏതായാലും ദീപാവലിക്ക് തൊട്ടു പിന്നാലെ വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ഇത് അല്പം നേരത്തെ ആകേണ്ടതായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാനുള്ളൂ ഇതിനെക്കുറിച്ച്.